Once again, welcome back to Virtual Teaching. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഈ ഒരു സബ്ജക്റ്റിൽ മെയിനായിട്ട് 5 മൊഡ്യൂൾസ് ഉള്ളത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് അഡ്വർടൈസിംഗ് എന്ന്. അഡ്വർടൈസിംഗ് മീൻസ് ടേണിംഗ് ഓഫ് അറ്റൻഷൻ ടു സംതിങ്. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഐറ്റത്തിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. അഡ്വർടൈസിംഗ് ഈസ് കൺസിഡർ ആസ് എ നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വർടൈസിംഗ് പ്രത്യേകത എന്താണ്? ഇതൊരു നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. യൂസ് ഇൻ മാർക്കറ്റിംഗ് ടു പ്രൊമോട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്. നമുക്ക് എവിടെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു മാർക്കറ്റിൽ നമ്മുടെ ഗുഡ്സോ അത് സർവീസോ എന്താ വെച്ചാൽ അത് നമ്മൾ എന്ത് ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക്. അങ്ങനെ ഒരു നോൺ പേഴ്സണലി നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അഡ്വർടൈസിംഗ് ഹെൽപ്സ് ഇൻ റീച്ചിങ് ദ കസ്റ്റമേഴ്സ് ക്വിക്ക്ലി. നമുക്കറിയാം വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് എത്തിക്കാൻ വേണ്ടി അഡ്വർടൈസ്മെൻറ്റിന് സാധിക്കും. ദ അൾട്ടിമേറ്റ് എയിം ഓഫ് അഡ്വർടൈസിംഗ് ഈസ് ടു ഇൻക്രീസ് സെയിൽസ് ബൈ ഷോയിങ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ പോസിറ്റീവ് ലൈറ്റ്. നമ്മുടെ അഡ്വർടൈസിങ്ങിൻ്റെ മെയിൻ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് എയിം വെച്ചാൽ എന്താണ്? നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ സർവീസിൻ്റെയോ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക ബൈ ഷോയിങ് ഇൻ എ പോസിറ്റീവ് ലൈറ്റ്. നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം നമ്മളൊരു പോസിറ്റീവായിട്ട് നമ്മൾ അഡ്വർടൈസിങ്ങിലൂടെ കാണിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് കൂട്ടുക എന്നതാണ് അഡ്വർടൈസിങ്ങിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് മീനിങ് ഓഫ് അഡ്വർടൈസിങ്. അഡ്വർടൈസിങ്ങിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞ് 5 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ മാസ് കമ്മ്യൂണിക്കേഷൻ റീച്ചിങ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്. അഡ്വർടൈസിങ് എന്നതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതെന്ത് ചെയ്യുന്നു? നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷനിലേക്ക് കാരണം ഒറ്റ ടൈം കൊണ്ട് തന്നെ ലാർജ് ഗ്രൂപ്പ് കൺസ്യൂമേഴ്സിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ എത്തുകയാണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ മാസ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തത്, ഇറ്റ് ഈസ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഡെലിവേർഡ് ബൈ എൻ ആക്ച്വൽ പേഴ്സൺ നോർ അഡ്രസ് ടു എ സ്പെസിഫിക് പേഴ്സൺ. അഡ്വർടൈസിങ് എന്നത് ഒരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്തുകൊണ്ടാണ്? അതൊരു ആക്ച്വൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ല, നമുക്കറിയില്ല അത് ആരാണ് ഡെലിവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒറ്റൊരു സ്പെസിഫിക് പേഴ്സണിലേക്ക് മാത്രമല്ല ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ ബിക്കോസ് ഇറ്റ് അഷ്യൂർസ് ദ അഡ്വർടൈസർ എ ലോങ് ബിസിനസ് ലൈഫ് വിത്ത് പ്രോഫിറ്റബിൾ സെയിൽസ്. അഡ്വർടൈസിങ് എന്നത് ഒരു കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൂടിയാണ്. കാരണം ആരുടെ ബിസിനസ് അല്ലെങ്കിൽ ആരുടെ അഡ്വർടൈസ്മെൻ്റ് ആണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ആ ഒരു ബിസിനസ് ലൈഫ്, ഒരു ലോങ് ബിസിനസ് ലൈഫ് ഗ്യാരണ്ടി ചെയ്യുകയും അതുപോലെ തന്നെ പ്രോഫിറ്റബിൾ സെയിൽസ് ഉണ്ടാകുക എന്നൊരു ഗ്യാരണ്ടിയോടെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്വർടൈസിങ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൂടിയാണ്. നാലാമത്, ദ കമ്മ്യൂണിക്കേഷൻ സ്പീഡി പെർമിറ്റിംഗ് ആൻ അഡ്വർടൈസർ ടു സ്പീക്ക് ടു മില്യൺ ഓഫ് ബയേഴ്സ് ഇൻ എ ഫ്യൂ അവേഴ്സ്. നമ്മുടെ അഡ്വർടൈസിങ് കമ്മ്യൂണിക്കേഷൻ വളരെ സ്പീഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വർടൈസറിന് മില്യൺ ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സിലേക്ക് വിത്തിൻ ഫ്യൂ അവേഴ്സ് തന്നെ എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ സാധിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് ആണ്, അഡ്വർടൈസിങ് ഈസ് ഐഡൻറ്റിഫൈഡ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഐഡൻറ്റിഫൈഡ് കമ്മ്യൂണിക്കേഷനാണ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അഡ്വർടൈസർ ഷോസ് ഹിസ് നെയിം ഇൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് പബ്ലിഷിംഗ് ഹിസ് ഐഡൻറ്റിറ്റി. അഡ്വർടൈസർ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് അവരുടെ നെയിം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ദുലേഖയുടെ പരസ്യമാണെങ്കിൽ നമുക്കറിയാൻ പറ്റും എന്താണ് ആ പരസ്യം കാണുമ്പോൾ അതിൽ ഇന്ദുലേഖ എന്ന് കൃത്യമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നെയിം കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്താൽ പറ്റിയാൽ മാത്രമല്ല നമുക്ക് പിന്നീട് മാർക്കറ്റിൽ പോയിട്ട് അത് മേടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊരു ഐഡൻറ്റിഫൈഡ് കമ്മ്യൂണിക്കേഷൻ കൂടി ആണ്. അപ്പോൾ 5 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണത്. ഫസ്റ്റ് വൺ, അതൊരു മാസ് കമ്മ്യൂണിക്കേഷൻ. അഡ്വർടൈസിംഗ് ഇസ് എ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ കമ്മ്യൂണിക്കേഷൻ. Communication is very speedy. Then advertising is a identified communication. ഇങ്ങനെ 5 പോയിന്റ്സ് ആണ് നമുക്ക് മീനിങ് ഓഫ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് അഡ്വർടൈസിങ്. നമ്മൾ പറയുകയാണ് ഡിഫൈൻ അഡ്വർടൈസിങ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എഴുതേണ്ട പോയിന്റ്സ് നമ്മൾ ചുമ്മാ പാരഗ്രാഫ് ചെയ്തിട്ട് കാര്യമില്ല, ഒരു ഡെഫിനിഷൻ നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ 5 ഡെഫിനിഷൻസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കൊരു എക്സാം എഴുതാൻ പറ്റിയ കുറച്ച് കണ്ടന്റ് ഉണ്ടാവണമല്ലോ. അപ്പോൾ തോന്നുന്നത് എനിക്ക് 3rd ഡെഫിനിഷനാണ്. സിമ്പിളാണ്, അതുപോലെ തന്നെ നമുക്ക് 2 മാർക്സിന് എഴുതാൻ പറ്റിയ കണ്ടന്റും ഉണ്ട്. അപ്പോൾ നോക്കാം. അഡ്വർടൈസിംഗ് ഈസ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ഇൻഫർമേഷൻ ടു എ ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ എന്താണ് അഡ്വർടൈസിംഗ് എന്നൊരു നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. അതെന്ത് ചെയ്യുന്നു? ഇൻഫർമേഷൻസ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നു. യൂഷ്വലി പെയ്ഡ് ഫോർ ബൈ ദ അഡ്വർടൈസർ. ആരാണ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ പറയുന്നു അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? പേ ചെയ്തിട്ടുണ്ടാവും.
ആൻഡ് ഡെലിവേർഡ് ത്രൂ മാസ് മീഡിയ ലൈക്ക് ടെലിവിഷനിലൂടെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ഡെലിവർ ചെയ്യുക ഇൻ ഓർഡർ ടു റീച്ച് ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്പോൺസർ. ആരാണോ ആ ഒരു ക്യാഷ് സ്പോൺസർ ചെയ്തത്, ആ സ്പോൺസറിൻ്റെ ഒബ്ജക്റ്റീവ്സ് വെച്ച് അത് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്ന ഒരു ഐഡിയയോടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അഡ്വർടൈസിങ് ചെയ്യുക. അപ്പോൾ അഡ്വർടൈസിങ് ഈസ് എ നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ഇൻഫോർമേഷൻ ടു എ ടാർഗറ്റ് ഓഡിയൻസ് usually paid by the advertiser, delivered through mass media in order to reach the specific objective of the sponsor. അപ്പോൾ ക്ലിയർ ആയല്ലോ, ഇതാണ് നമ്മൾ പഠിക്കേണ്ട ഡെഫിനിഷൻ എന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്കിയുള്ള 5 ഡെഫിനിഷൻ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയതിൽ തേർഡ് വൺ ആണ് ഒന്നൊരു ബെറ്റർ ആയിട്ട് തോന്നിയത്. ആണ് തേർഡ് വൺ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് നേച്ചർ ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് അഡ്വർടൈസിങ്. നമ്മുടെ അഡ്വർടൈസിങ്ങിൻ്റെ നേച്ചറും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ് എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പെർസ്വേഷൻ ആൻഡ് എക്സ്ചേഞ്ച്. എന്താണ് പെർസ്വേഷൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മുടെ അഡ്വർടൈസിങ് നേച്ചർ എങ്ങനെയായിരിക്കും, വളരെ അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കൺസ്യൂമേഴ്സിനെ പെർസ്യൂഡ് ചെയ്ത് അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് മേടിപ്പിക്കുക എന്നതാണ് അഡ്വർടൈസിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആൾക്കാരെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ അട്രാക്റ്റ് ചെയ്തിട്ട് അവരുടെ കയ്യിലുള്ള മണി എക്സ്ചേഞ്ച് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ മേടിപ്പിക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ടുള്ള പെർസ്വേഷൻ ആൻഡ് എക്സ്ചേഞ്ച് എന്നത്. ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം എന്താണ് നമ്മുടെ അഡ്വർടൈസിൻ്റെ മെയിൻ പർപ്പസ് എന്താണ്, ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമേഴ്സിന് അറ്റൻഷൻ അട്രാക്റ്റ് ചെയ്യുക, അവയർനെസ് ആ ഒരു പ്രൊഡക്റ്റ് എന്താണെന്നും അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഫൈനൽ എന്താണ്, ബയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിക്കുക. അപ്പോൾ ഇതിനെല്ലാത്തിനും വേണ്ടി എന്ത് വേണം, മാസ് കമ്മ്യൂണിക്കേഷൻ വേണം. നമുക്ക് ഒരു കസ്റ്റമറോ 2 കസ്റ്റമറോ അല്ല വേണ്ടത്, നമുക്ക് കുറേ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ കുറേ കൺസ്യൂമേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ അതെന്ത് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് മാസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറേ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നു. അതാണ് മാസ് കമ്മ്യൂണിക്കേഷനിലൂടെ പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ് ആണ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഇനി തേർഡ് വൺ ആണ് ഡിപ്പെൻഡൻസ് ഓൺ മീഡിയ. അപ്പോൾ അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് വേരിയസ് മീഡിയയിലൂടെയൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന, ആകെ ഒരു മീഡിയ കൂടെ മാത്രമല്ല ഇത് കസ്റ്റമേഴ്സിലേക്ക് എത്തുക. അപ്പോൾ എന്താണ്, ട്രഡീഷണൽ നമുക്കറിയാം ടെലിവിഷനുണ്ട്, റേഡിയോ, ന്യൂസ് പേപ്പറിലൂടെയൊക്കെ അഡ്വർടൈസ് നടക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങുക യൂട്യൂബ് ചാനലൊക്കെ അറിയാം, നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്തോരും ആഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല വഴിയിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ഏത് പ്രൊഡക്റ്റാണോ നമുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഡ്വർടൈസ് ചെയ്യുന്നത്, ആ അഡ്വർടൈസ് ചെയ്യുന്ന സാധനം മീഡിയയിലൂടെ എത്തുന്നത്. അപ്പോൾ എപ്പോഴും അഡ്വർടൈസിങ് എന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, മീഡിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മീഡിയ ഏതൊക്കെയാണ്, ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പർ ഒക്കെ നമുക്ക് അഡ്വർടൈസിങ് യൂസ് ചെയ്യാൻ പറ്റിയ മീഡിയയാണ്. പിന്നെന്താണ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് എക്സെട്ര. നാലാമത്തെയാണ് പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം ഒരിക്കലും അഡ്വർടൈസിങ് ഫ്രീ അല്ല. അതെന്താണ്, ഒരു പെയ്ഡ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. നമ്മുടെ ഫേം ആർക്കാണോ അഡ്വർടൈസിങ് ചെയ്യേണ്ടത് അവരെന്ത് ചെയ്യണം, അവർ നമ്മുടെ ഈ ഒരു മീഡിയയിലേക്കോ എവിടെ വെച്ചാൽ അവർക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ടെലിവിഷനാണെങ്കിൽ ഓരോ ചാനലിൽ പേയ്മെൻറ്റ് നടത്തുക, അതല്ല ന്യൂസ് പേപ്പർകാർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ പേ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ നമ്മുടെ അഡ്വർടൈസിങ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓൾവേസ് അഡ്വർടൈസിങ് ഈസ് എ ഫോം ഓഫ് പെയ്ഡ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് ആണ് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ. നമ്മുടെ വീട്ടിൽ വന്ന് സെയിൽസ്മാൻ വിൽക്കുന്നത്, അങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കാറില്ലേ, അതാണ് എന്ത്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മുടെ കസ്റ്റമറും സെല്ലറും മുഖത്തോടെ കണ്ടിട്ടാണ് എല്ലാം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അവർക്ക് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഓരോ കസ്റ്റമേഴ്സ് എന്താണ് അവരുടെ ഫീലിംഗ് അല്ലെങ്കിൽ അവർ എന്താണ് ഉദ്ദേശിച്ചത് ഒന്നും നമുക്കറിയില്ല. ഇതൊരു നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ആണ്. നമ്മളെല്ലാവരെയും ഒരുപോലെ തന്നെയാണ് ഇവിടെ കാണുന്നതും, ഒരുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊരു നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ആണ്. ഒരു സെയിൽസ്മാൻ്റെ ഒരു ക്യാരക്ടറൊന്നും ആർക്കില്ല, നമ്മുടെ ഈ ഒരു അഡ്വർടൈസിങ്ങിന് ഉണ്ടാവുകയില്ല. 6th പോയിന്റ് ആണ് എക്സിസ്റ്റൻസ് ഓഫ് എ സ്പോൺസർ. എപ്പോഴും എന്തുണ്ടാവും, അഡ്വർടൈസിങ് പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവണം, ഒരു സ്പോൺസർ ഉണ്ടാവണം. ആരാണോ അഡ്വർടൈസ്മെൻറ്റിന് പേയ്മെൻറ്റ് തരുന്നത് അദ്ദേഹമാണ് സ്പോൺസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഐഡിയാസും അതുപോലെ തന്നെ എല്ലാ മെസ്സേജ് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ അഡ്വർടൈസ്മെൻറ്റിലൂടെ അയാൾക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് ഐഡൻറ്റിഫിബിൾസ്. എന്താണ്, ഇൻ അഡ്വർടൈസിങ് ദ സ്പോൺസർ ഓർ ദ അഡ്വർടൈസർ മെസ്സേജ് പ്രസൻറ്റേഷൻ ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ബൈ റിസീവേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ആരാണോ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് അവർക്ക് കൃത്യമായിട്ട് സ്പോൺസർ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എന്താണെന്നും പ്രസൻറ്റേഷൻ എല്ലാം എന്ത് ചെയ്യും, വാച്ച് ചെയ്തത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ആണ് ടാർഗറ്റ് ഓറിയൻറ്റഡ്. നമുക്കറിയാം എല്ലാ പരസ്യങ്ങളും എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ചില പരസ്യങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരസ്യങ്ങൾ, ചിൽഡ്രൻ. അപ്പോൾ
ടോയ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എന്തായിരിക്കും? ചിൽഡ്രൻ ആയിരിക്കും. ഇപ്പോൾ കോസ്മെറ്റിക്സ് അങ്ങനത്തെ സാധനമൊക്കെ ആണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് ആരായിരിക്കും? ലേഡീസ് ആയിരിക്കും. അങ്ങനെ എപ്പോഴും നമ്മൾ അഡ്വർടൈസ്മെന്റ് നടക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കും നമ്മുടെ അഡ്വർടൈസ്മെന്റ്. ഇപ്പോൾ ലേഡീസിനെ വേണ്ടതാണെങ്കിൽ ലേഡീസ് പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? ലേഡീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള പരസ്യമായിരിക്കും നമ്മളവിടെ പ്രസന്റ് ചെയ്യുക. അതാണ് ടാർഗറ്റ് ഓറിയന്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആർട്ടാണ്, സയൻസ് ആണ്, അതുപോലെ തന്നെ പ്രൊഫഷൻ ആണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അഡ്വർടൈസിങ് ഒരു ആർട്ട് ആവുക? കാരണം ഉറപ്പായിട്ട് നമുക്കറിയാം അഡ്വർടൈസിങ് നമ്മൾ ഇരുന്ന് കാണണമെങ്കിൽ അത് അത്രയും ക്രിയേറ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഓഡിയൻസിനെ അവിടെ ഇരുത്തി ചാനൽ ചേഞ്ച് ചെയ്യാണ്ട് ആ ഒരു അഡ്വർടൈസിങ് കാണാൻ വേണ്ടി നമുക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ അഡ്വർടൈസിങ് എപ്പോഴും അവരൊരു ആർട്ട് വേണം, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം അവിടെ കൊണ്ടുവരണം. പിന്നെ സയൻസ് എന്തുകൊണ്ടാണ്? അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ ചുമ്മാ കയറി ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് എന്താ അതിന് കൃത്യ പ്രിൻസിപ്പിൾസും റൂൾസും ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രമേ അഡ്വർടൈസിംഗ് കൃത്യമായിട്ട് എഫക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു സയൻസ് എന്തുണ്ട്? ഉറപ്പായിട്ടും റൂൾസും പ്രൊസീജിയേഴ്സും അല്ലെങ്കിൽ എന്താ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അഡ്വർടൈസിങ്ങിനും റൂൾസും പ്രിൻസിപ്പിൾസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസിംഗ് ഒരു സയൻസ് ആണ്. ആൻഡ് ലാസ്റ്റ് ഇറ്റ് ഇസ് എ പ്രൊഫഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ അഡ്വർടൈസിങ്ങിനെ പ്രൊഫഷണൽ ട്രീറ്റ് ചെയ്യാൻ കാരണം? ബിക്കോസ് ദിസ് ഇസ് എ പ്രൊഫഷണൽ ബോഡി. നമ്മൾ അഡ്വർടൈസിംഗിൽ ചെയ്യുമ്പോൾ അതിൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട്. നമ്മൾക്ക് തോന്നിയ പോലെ എല്ലാം ചെയ്യാൻ സാധിക്കില്ല. അതിന് കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും കോഡ് ഓഫ് കണ്ടക്റ്റ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അഡ്വർടൈസിംഗ് നമ്മൾ ടി വിയിൽ അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഏത് മീഡിയയിലാണോ ആ മീഡിയ അത് പബ്ലിഷ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് കൃത്യമായിട്ട് അതൊരു പ്രൊഫഷനും കൂടിയാണ്. അപ്പോൾ അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ആർട്ടാണ്, സയൻസ് ആണ്, അതുപോലെ തന്നെ ഒരു പ്രൊഫഷൻ കൂടി ആണ്. നെക്സ്റ്റ് ആണ് ഇറ്റ് ഈസ് എ എലമെന്റ് ഓഫ് മാർക്കറ്റ് മിക്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ അഡ്വർടൈസിംഗ് എന്നത് മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഒരു എലമെൻ്റ് എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഇറ്റ് സപ്പോർട്ട് ദ സെയിൽസ് പ്രൊമോഷൻ അല്ലേ? സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം മാനുഫാക്ചറിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും സെയിൽസ് പ്രൊമോഷനിൽ കൊണ്ടുവരിക. അപ്പോൾ പക്ഷേ എന്താണ് മാർക്കറ്റിംഗ് ഫേംസ് എപ്പോഴും ലാർജ് എമൗണ്ട് ഓഫ് മണിയാണ് ഈ അഡ്വർടൈസിംഗ് സ്പെൻഡ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വേ ഓഫ് സെയിൽസ് പ്രൊമോഷനാണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് തന്നെയാണ്. മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റി. നമ്മൾ ആർട്ടിൻ്റെ കേസിൽ പറഞ്ഞാൽ എന്താണ്? നമുക്ക് അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് എസെൻസ് ആണ്. വേറെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഇല്ലെങ്കിൽ അഡ്വർടൈസിംഗ് ഒരിക്കലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒന്നായിരിക്കണം അഡ്വർടൈസിംഗ്. അപ്പോൾ നമ്മൾ വളരെ അട്രാക്റ്റീവും എല്ലാവർക്കും അത് എഗ്രി ചെയ്യാൻ പറ്റണം, വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്വർടൈസിംഗ് ആയിരിക്കും നമ്മൾ കൊണ്ടുവരേണ്ടത്. വളരെ ഇന്നോവേറ്റീവ് ആയിരിക്കണം. എല്ലാവരും ഉപയോഗിച്ച അതേ ടെക്നിക്ക് ഫോളോ ചെയ്താൽ കാര്യമില്ല. വ്യത്യസ്തമായിട്ട് ഇന്നോവേറ്റീവായിട്ടും ഓരോ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേണം അഡ്വർടൈസിംഗ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി. നെക്സ്റ്റ് ആണ് കൺട്രോൾ. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അഡ്വർടൈസർ കൃത്യമായിട്ട് കൺട്രോൾ അതിൽ കൊണ്ടുവരണം. ഏത് ടൈമിൽ ഇത് ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനത്തെ മെസ്സേജ് ആയിരിക്കണം കൊടുക്കേണ്ടത്, പ്ലേസ്, ഡയറക്ഷൻ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? അഡ്വർടൈസർ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഏത് ടൈമിലാണ് അഡ്വർടൈസ്മെൻറ്റ് വരേണ്ടത്, അങ്ങനെ എല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് വളരെ പർപ്പസീവും അതുപോലെ പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ആ ഒരു കൺട്രോൾ എഫക്റ്റീവ് ആയില്ലെങ്കിൽ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രൊഡക്ടിവിറ്റിയും അതുപോലെ തന്നെ ആ ഒരു പർപ്പസ് കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ അഡ്വർടൈസർ അല്ലെങ്കിൽ ആരാണ് സ്പോൺസർ അദ്ദേഹം കൃത്യമായിട്ട് നല്ല രീതിയിൽ കൺട്രോൾ തന്നെ അഡ്വർടൈസ്മെൻറ്റിൽ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് അഡ്വർടൈസിങ്ങിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്.